ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചത് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ലൈലത്തുൽ ഖദ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത്. ഇൻഹലൂ, സടകുടഞ്ഞെഴുന്നേൽക്കുക. ഇനി ഉറക്കം നടിക്കരുത്, ഇനിയും മടിയന്മാരാകരുത്. സടകുടഞ്ഞെഴുന്നേറ്റ് ഇനി ഇബാദത്തിൽ ഈ അവസാനത്തെ പത്തിൽ നിന്ന് അവശേഷിക്കുന്ന ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തണേ എന്നാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രികളാണ് ഇനിയുള്ള ഓരോ രാത്രികളും, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട രാത്രികൾ. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോടുകൂടെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണ്. മറ്റൊരു ഹദീസ്, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ആരെങ്കിലും പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ, വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ ശദ്ദ മിഇസറ വൈഖലാഹില വഹയാ ലൈല, തറയെടുപ്പ് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുകയാണ്, തയ്യാറാവുകയാണ്. തന്റെ ബന്ധുക്കളെ, കുടുംബക്കാരെ, ഭാര്യമാരെ വിളിച്ചുണർത്തുകയാണ്. രാത്രി ഉറങ്ങേണ്ട സമയമല്ല, ഇനിയുള്ള രാത്രികൾ ഉറങ്ങേണ്ട സമയമല്ല, അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കേണ്ട സമയമാണ്. വഹയാ ലൈല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി മുഴുവനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുകയാണ്. അവസാനത്തെ 10ന്റെ രാത്രിയിൽ ഉറക്കമില്ല. ആ നിലക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്തുകയാണ്. യജ്തഹിദു മാലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റൊരു സമയത്തുമില്ലാത്ത വിധത്തിലുള്ള പരിശ്രമങ്ങളും ഒരുക്കങ്ങളുമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10ൽ നിർവഹിച്ചിരുന്നത് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇനി 6-7 ദിവസം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ച കൂടി നമുക്ക് കിട്ടിയെന്ന് വന്നേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വിശുദ്ധമായ റമദാനിലുള്ള ഓരോ സെക്കൻഡുകളിലും, മിനിറ്റുകളിലും, മണിക്കൂറുകളിലും, ദിവസത്തിലും, രാത്രിയിലും, പകലിലും വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. അവശേഷിക്കുന്ന ദിനരാത്രങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഖുതുബ തുടങ്ങിയത് തന്നെ അൽഹംദുലില്ലാഹില്ലദീ ബശ്ശറ ബിൽ ജിനാൻ, സ്വർഗ്ഗങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അല്ലാഹുവിന് സർവസ്തുതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. വഹദ്ദറാനിൻ നീറാൻ, നരകങ്ങളെ തൊട്ട് മുന്നറിയിപ്പ് നൽകിയ, വാണിംഗ് നൽകിയ പടച്ച റബ്ബിനെ സ്തുതി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗ്ഗത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടതുണ്ട്, സ്വർഗ്ഗത്തെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. പക്ഷെ എത്ര അറിയാൻ ശ്രമിച്ചാലും സ്വർഗ്ഗം നമുക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനോ തസവ്വുറാക്കാനോ സാധിക്കാത്ത അതിനുമപ്പുറമാണ് സ്വർഗ്ഗം. സ്വർഗ്ഗത്തിൽ കടന്നെങ്കിൽ തന്നെ സ്വർഗ്ഗം എങ്ങനെയുള്ളൂ എന്ന് മനസ്സിലാകുകയുള്ളൂ. വലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, അതേ ഓരോ മനുഷ്യർക്കും, ഓരോ ശരീരത്തിനും പടച്ച റബ്ബ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൺകുളിർമ, അത് പറഞ്ഞാൽ ബോധ്യപ്പെടുകയില്ല. അത് അവിടെ എത്തിയെങ്കിൽ തന്നെ തിരിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ സംഭവ ബഹുലമാണ് സ്വർഗ്ഗം. ഒരിക്കലും അവസാനിക്കാത്ത ലോകമാണ്, ടെൻഷനില്ലാത്ത ലോകമാണ്, ദുഃഖങ്ങളില്ലാത്ത ലോകമാണ്, രോഗങ്ങളില്ലാത്ത ലോകമാണ്. അവിടെ ഒരു നിലക്കുള്ള പ്രശ്നങ്ങളും ഇല്ല, എപ്പോഴും സമാധാനം മാത്രമാണ്. അനന്തമായ ജീവിതമാണ്. ഇഷ്ടം പോലെ തിന്നാനുണ്ട്, കുടിക്കാനുണ്ട്, ആസ്വദിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് സ്വർഗ്ഗത്തിൽ നിന്നാണ് അനുഭവിക്കാൻ കഴിയുക. യഥാർത്ഥത്തിൽ പാനീയത്തിന്റെ ടേസ്റ്റ് അത് സ്വർഗ്ഗത്തിൽ നിന്നാണ് അനുഭവിക്കാൻ കഴിയുക. യഥാർത്ഥ ലൈംഗിക സുഖം അത് സ്വർഗ്ഗത്തിൽ നിന്നാണ് അനുഭവിക്കാൻ കഴിയുക. ഇവിടെയുള്ളതൊന്നും ഒന്നുമല്ല. ഇവിടെയുള്ള ഭക്ഷണം എത്ര ഉഷാറുള്ള ഭക്ഷണമാണെങ്കിലും കുറെ കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് വരികയാണ്. അവ ഭക്ഷണത്തിനോട് ധാരാളം കഴിക്കുമ്പോൾ നമുക്ക് അത് മതിയെന്ന് പറയുകയാണ്. പക്ഷെ സ്വർഗ്ഗത്തിൽ അങ്ങനെയല്ല. ഒരിക്കൽ ഭക്ഷിച്ച ഭക്ഷണം, ഒരിക്കൽ അനുഭവിച്ച ടേസ്റ്റ് പിന്നീട് അനുഭവിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അതാ സ്വർഗ്ഗത്തിൽ ഒരു പഴത്തിന്റെ കുല കൊണ്ടുവരികയാണ്. ആ പഴത്തിന്റെ കുലയിലുള്ള എല്ലാ പഴങ്ങളും ഒരേ വർണ്ണമാണ്, ഒരേ ആകൃതിയാണ്, ഒരേ രൂപത്തിലാണ്, എല്ലാം ഒരുപോലെയാണ്. സ്വർഗ്ഗത്തിലെ സ്വർഗ്ഗവാസി ആ പഴക്കൊലയിൽ നിന്ന് ഒരു പഴം പറിച്ചു ഭക്ഷിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെടുകയാണ്. ഇതെന്തൊരു പഴമാണ്, ഇതെന്തൊരു പഴമാണ്. ആ പഴത്തിന്റെ ടേസ്റ്റ് അനുഭവിച്ച് ഞെട്ടിത്തരിക്കുകയാണ്. വളരെ അത്യാർത്ഥിയോടെ തൊട്ടടുത്ത പഴം പറിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആദ്യത്തെ പഴത്തിനേക്കാളും
എത്രയോ 10 മടങ്ങ് ടേസ്റ്റ് കൂടുതലാണ് രണ്ടാമത്തെ പഴത്തിന്. ഉടനെ മൂന്നാമത്തെ പഴം പറിക്കുന്നു. ആദ്യം തന്ന 2 പഴത്തിനേക്കാളും മൂന്നാമത് തന്ന പഴത്തിന് ടേസ്റ്റ് കൂടുതലാണ്. അത്യാർത്ഥിയോടെ നാലാമത്തെ പഴം പറിക്കുന്നു. ആ പഴക്കൊയിലുള്ള എല്ലാ പഴങ്ങളും തിന്നാലും അപ്പോഴേക്കും അടുത്ത പഴം അവിടെ രൂപപ്പെട്ടു വരികയാണ്. ഒരിക്കൽ ആസ്വദിച്ച ടേസ്റ്റ് അല്ലേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മടുപ്പില്ല, ഒരിക്കലും മടുപ്പില്ല. സുബ്ഹാനല്ലാഹ്, പറവകൾ ഇങ്ങനെ പാറിപ്പറക്കുമ്പോ ആ പാറിപ്പറക്കുന്ന പറവയുടെ ഇറച്ചി എനിക്കൊന്ന് കിട്ടണമെന്ന് കരുതുമ്പോഴേക്കും അത് ഫ്രൈ ആയി അവന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അത് കഴിച്ചു കൊടുത്താൽ മതി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തൊക്കെയാണ് സ്വർഗത്തെ കുറിച്ച് പറയാനുള്ളത്? സ്വർഗത്തിലുള്ള ഹൂറില്ലീകളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അവർ ലുഅ്ലുഉം മർജാനും പോലെയാണ്, മുത്തുമാണിക്കക്കല്ല് പോലെയാണ്. ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗീയ വനിതകളിൽപ്പെട്ട ഒരു വനിത, സ്വർഗീയ വനിതകളിൽപ്പെട്ട ഒരു വനിത ഈ ഭൂലോകത്തേക്ക് കടന്നു വന്നാൽ പിന്നെ സൂര്യന്റെ ആവശ്യമില്ല അത്രേ, ചന്ദ്രന്റെ ആവശ്യമില്ല എത്രേ. സ്വർഗീയ വനിതകളിൽ നിന്നുള്ള ഒരു സ്ത്രീ ഭൂമിയിലെ എവിടെങ്കിലും ഇറങ്ങിയാൽ പിന്നെ സൂര്യന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഭാവങ്ങൾക്ക് അപ്പുറമാണ്, നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അപ്പൊ കണ്ണിൽ കുത്തൂലെ എന്നൊന്നും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അതിനുള്ള പരിഹാരങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. അതേസമയം നരകത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് അക്സിറൂ ദിക്റന്നാർ, നരകത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണേ. ഫഇന്ന ഹർറഹാ ശദീദ്, അവിടുത്തെ ചൂട് അതികഠിന കഠോരമാണ്. വകഅറഹാ ബഈദ്, നരകത്തിന്റെ അടിത്തട്ട് എത്രയോ അഗാധമാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. നബി തങ്ങൾ ചോദിച്ചത് എന്താണെന്ന് അറിയോ? സ്വഹാബത്ത് പറഞ്ഞു, അറിയൂല. 70 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇട്ട ഒരു കല്ലാണ്. അതിപ്പോ നരകത്തിന്റെ അടിയിലെത്തിയ ശബ്ദമാണ് ആ കേട്ടത്. പ്രിയപ്പെട്ടവർ, എത്രയാണ് അതിന്റെ ആഴം! നരകവാസികളെ കുത്താനും അടിക്കാനും പീഡിപ്പിക്കാനും മലക്കുകൾ ഉപയോഗിക്കുന്ന ദണ്ഡുകൾ ഇരുമ്പ് കൊണ്ടാണ്. അവിടെ അടിയും അതുപോലെ തന്നെ പീഡനങ്ങളും ഏൽക്കേണ്ടി വരും. പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. മുത്തനബി പറഞ്ഞില്ലേ, ഓ മനുഷ്യരെ, ഇബ്കൂ, നിങ്ങൾ കരയണേ. ഫഇല്ലം തസ്തതിഉ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബകൂ, നിങ്ങൾ ഉണ്ടാക്കി കരയണേ. നിങ്ങൾ കരയണം, കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോളി. ഫഇന്ന അഹ്ലന്നാരി യബ്കൂന ഫിന്നാർ, നരകവാസികൾ മുഴുവനും നരകത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിലവിളിക്കുകയാണ്, ശബ്ദമിടുകയാണ്. അതെ, നരകവാസികൾ കരഞ്ഞ് 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 അതാ സമുദ്ര സമാനമായ ഒരു വലിയ തടാകം നരകത്തിൽ രൂപപ്പെടുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതെ, അത് അറബിക്കടലിലെ വെള്ളമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെള്ളമല്ല, അത് മറ്റേതെങ്കിലും സമുദ്രത്തിലെ നദികളിലെ വെള്ളമല്ല. നരകവാസികൾ ഒന്ന് കരഞ്ഞു തീർത്ത വെള്ളമാണ്. ആ വെള്ളത്തിൽ ഒരു കപ്പൽ ഇറക്കി വെച്ചാൽ ആ കപ്പൽ സഞ്ചരിക്കാൻ മാത്രം വെള്ളമുണ്ട്. അതുകൊണ്ട് നരകത്തിൽ കടക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ കരഞ്ഞ് പടച്ചറബിനോർത്ത് കരഞ്ഞ് സ്വർഗം വാങ്ങിക്കോ. ഇപ്പൊ കരഞ്ഞിട്ട് സ്വർഗം നേടാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇബ്കൂ, നിങ്ങൾ കരയണേ. ഫഇല്ലം തസ്തതിഉ ഫതബകൂ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണേ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നരകത്തിലെ ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ ശിക്ഷ അതേ തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് നൽകുകയാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നരകവാസിയുടെ തലച്ചോറ് തിളച്ചു മറിയുകയാണ്. ആ നരകവാസി ചിന്തിക്കുന്നു, ഈ നരകത്തിൽ ഏറ്റവും കൂടുതൽ ഭീകരമായ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അയാൾ അനുഭവിക്കുന്നത്. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എനിക്കാണ് പടച്ച റബ്ബ് തന്നത് എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു പോകും. അതിനു മാത്രം ഭീകരമാണ് നരകം. നമുക്കൊരിക്കലും കഴിയൂല, സഹിക്കാൻ കഴിയൂല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് നരകമോചനം ചോദിക്കേണ്ട സന്ദർഭങ്ങളാണ്. സ്വർഗം ആവശ്യപ്പെടേണ്ട അവസരങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നരകമോചനം നൽകണേ അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ വിഷയങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാ.